ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ പോപ്പ് കാർഡാണ്. അപ്പോൾ ആ കാർഡ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. സോ നമ്മൾ ഒരു സ്ക്വയർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ സ്ക്വയർ ഷീറ്റ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഷീറ്റ് നമുക്ക് എടുക്കാം. വലിയ ഫ്ലവറാണ് ഉണ്ടാക്കുന്നെങ്കിൽ വലുതെടുക്കാം, ചെറുതാണെങ്കിൽ ചെറുതെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ളൊരു സ്ക്വയർ ഷീറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ ലാസ്റ്റ് വരെ മീൻസ് ഒരു 3 പ്രാവശ്യം നമ്മളിങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു ഇങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ഷേപ്പ്. എന്നിട്ട് നമ്മൾ വേറെ ഒരു ഷേപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉള്ളത് എല്ലാം ഒരേ സൈസിന് നമ്മൾ കട്ട് ചെയ്യണം. പല സൈസിലും ഇത് കട്ട് ചെയ്യാൻ പാടില്ല. എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുണ്ടാക്കി അതിൻ്റെ ഷേപ്പ് തന്നെ ബാക്കിയുള്ളതിനൊക്കെ ഫോളോ ചെയ്യാം. നമ്മൾ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉണ്ടോ അതേ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. കാരണം നമ്മൾ ഒരേ ഇതിൽ വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് അതിൻ്റെ മൂല്യം എന്തെങ്കിലും ഷാർപ്പായിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അതുപോലെയുള്ള 7 എണ്ണമാണ് നമുക്ക് ഫ്ലവർ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ 7 ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു ഫ്ലവർ എടുക്കാം. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ. എന്നിട്ട് നമ്മൾ അതിലത്തെ ഒരു ഇതൾ നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു ഇതൾ മാത്രം നമ്മൾ കട്ട് ചെയ്യും. എല്ലാത്തിൻ്റെയും ഒരു ഇതൾ മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് വേണ്ടത്. കട്ട് ചെയ്തിട്ട് നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം, ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായി പശ തേക്കുക. എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിത് 7 എണ്ണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. പിന്നെ നമ്മളൊന്ന് നടുവൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മടക്കണമെന്നൊന്നുമില്ല, ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തു മാത്രം. ഇതുപോലെ ഇപ്പോൾ നമ്മൾ 7 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലവർ എടുക്കാം. ഇനിയുള്ളത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഈ പോപ്പ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ലാസ്റ്റ് പീസും നമ്മൾ
പശ തേച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ഇതളിൽ മുഴുവനായിട്ട് നമ്മൾ പശ തേച്ച് കൊടുക്കരുത്. അതിൻ്റെ ആ തലപ്പത്ത് കുറച്ച് മാത്രം നമ്മൾ പശ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലേ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ശേഷം നമ്മൾ നമ്മുടെ കാർഡിന് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു കവർ വേണ്ടേ. അപ്പം അതിന് നമ്മൾ ഒരു A4 സൈസ് പേപ്പർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ജസ്റ്റ് അതൊന്ന് നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് പിന്നെ ഞാനൊരു നമ്മൾ ഉള്ളിൽ വെച്ച ഉള്ളിൽ വെക്കാനുള്ള ആ ഫ്ലവറിൻ്റെ കളറിലുള്ള ഒരു സർക്കിൾ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ പുറത്തൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു റോസ് ഫ്ലവർ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സർക്കിൾ ഷേപ്പ് എടുത്തിട്ട് അതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ നമ്മളൊന്ന് അങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടോ, ഇങ്ങനെ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ദെൻ നമ്മളത് റോൾ ചെയ്യാം. ഓക്കെ. ഞാനിപ്പോൾ കയ്യേറ്റ് തന്നെയാണ് നമ്മൾ റോൾ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും വെച്ച് റോൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ അവസാനം എത്തുമ്പോൾ ആ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ കുറച്ച് പശ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒട്ടിക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഞാനൊരു ഭംഗിക്ക് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എവിടെ വേണമെങ്കിലും കാർഡിൻ്റെ സൈഡിൽ, ഇപ്പം ഞാനൊരു കാർഡിൻ്റെ ഒരു കോർണർ ഭാഗത്തായിട്ട് ഞാനത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമ്മുടെ ഫ്ലവർ അതിൽ ഒട്ടിച്ച് വയ്ക്കാം. നമ്മൾ ഫ്ലവർ അവിടെ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കിയ പോപ്പ് ഫ്ലവർ നമ്മൾ കുറച്ച് സമയം അത് പശയൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. പശ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ട് ആക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇത് വെക്കേണ്ടത്. സെൻറ്റർ മീൻസ് നമ്മൾ മടക്കിയിട്ടുള്ള ഒരു ലൈനിൻ്റെ ഭാഗത്ത്. എന്നിട്ട് ഇതിന് രണ്ട് സെൻറ്ററിലെ ഇതുള്ളിലും നമ്മൾ കുറച്ച് പശ തേക്കുക. മുഴുവനായിട്ട് നമ്മൾ തേക്കരുത്, ഒരു തുള്ളി മാത്രമേ നമ്മൾ ആക്കാൻ പാടുള്ളൂ. എന്നാലേ അത് വിടർന്ന് വരുള്ളൂ. ഓക്കെ. എന്നിട്ട് നമ്മൾ അവിടെ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ. നമ്മൾ കുറച്ച് നേരം നന്നായി അമർത്തി കൊടുക്കുമ്പോൾ നന്നായി സെറ്റാവും. 2 മിനിറ്റ് അമർത്തി കൊടുക്കുക. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പോപ്പ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. നമുക്ക് ബർത്ത്ഡേക്ക് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കാർഡ് കൊടുക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.